യൂണിയൻകാരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നല്ല, യൂണിയൻകാരെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട ജോലിക്കാര് തൊഴിലാളികളാണ്. ആ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ് ഞാൻ അംഗീകരിക്കേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ ഇതിന് അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്? തൊഴിലാളികൾക്ക് ലേബർ ആക്ട് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ലേബർ ആക്ട് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ കൊടുക്കുന്നു. ഇതിനിടയിൽ ഇപ്പൊ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയും മറ്റു ഞാൻ ഉദ്ദേശിച്ച ഒരേ ഒരു കാര്യം, ഒരു തൊഴിലാളിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ട്രേഡ് യൂണിയനിൽ അറിയിച്ചു അതിൽ നിന്ന് ചൂഷണം ട്രേഡ് യൂണിയൻ ചെയ്യേണ്ട. ഡയറക്റ്റ് ആയിട്ട് ഒരു 21 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിക്കുള്ളിൽ തൊഴിലാളികൾ പറഞ്ഞു, തൊഴിലാളികളുടെ തന്നെ കമ്മിറ്റി അതിനെ അന്ന് തന്നെ മാനേജ്മെന്റിനെ അറിയിക്കുക. ഡിസിഷൻ ഉടനെ ഉണ്ടാവണം. ഇപ്പൊ കേരളത്തിൽ ജനിച്ച എനിക്ക് ആ ഒരു സാഹചര്യവും സൗകര്യവും കേരള ഗവൺമെന്റ് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ മറക്കുക, നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കർണാടക സ്റ്റേറ്റിലുണ്ട്, അപ്പൊ വേറെ ചെന്നൈയിൽ, അപ്പൊ പല വേറെ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ കമ്പനിയാണ്. അതെ, മറ്റതെല്ലാം ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള. അതെവിടെയാണ്? ഈ മൂന്നാർ ഭാഗത്ത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് ഇല്ല. ഇപ്പൊ 2-3 എസ്റ്റേറ്റുകൾ ഓൾറെഡി അവര് സെലക്ട് ചെയ്ത്, ഗവൺമെന്റ് സെലക്ട് ചെയ്ത് തരേണ്ടതാണ്. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതിന് ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന ഇന്നതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാവണം. ഞാൻ എന്റെ പ്രപ്പോസലാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ തയ്യാറാണ്. നമുക്ക് പൂട്ടിക്കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലെന്നുള്ളതിനെ എടുത്ത് ലാഭം ഉണ്ടാക്കി കാണിക്കുക. അപ്പൊ ഇതിപ്പോ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പൊ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സമവായത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര നാളിനൊക്കെ നമുക്ക് ഇത് ഈ പദ്ധതി തുടങ്ങാൻ കഴിയും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും? 2 മാസം. 2 മാസത്തിനകം 2 മാസത്തിനകത്ത് ഓരോ സ്ഥലവും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതുവരെ നമ്മള് എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാം റെഡിയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടെക്നോളജി ഉള്ള പ്ലാന്റ് വരെ കൺഫേം ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് ഞാൻ അതിന്റെ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുകയും ഏതെല്ലാം രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള ശരിക്കുമുള്ള പഠനത്തിന് ശേഷമാണ് ഞാൻ എല്ലാ പ്രപ്പോസലും കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ 200 കോടി നമ്മൾ മുതൽ മുടക്കുകയും ഏകദേശം 2000-ൽ പരം ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ ജോലി കിട്ടുകയും അത് പരോക്ഷമായിട്ട് ഒരുപാട് പേരെ സഹായിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംരംഭം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതുവരെ പ്രവാസ ചിന്തകളിൽ വന്നിട്ടുള്ള ചിന്തകൾക്ക് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ചിന്താഗതിയാണ് ശ്രീ KS പ്രസാദിനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ്, കഴിഞ്ഞ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും എല്ലാം തന്നെ പ്രവാസി നിക്ഷേപങ്ങൾ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇതുപോലെ വളരെ വ്യക്തമായ സുതാര്യമായ വ്യവസ്ഥകളോടുകൂടി ഒരു വ്യവസായത്തിൽ നിക്ഷേപിക്കുക, അതും നഷ്ടത്തിലോടുന്ന ഒരു വ്യവസായത്തിൽ നിക്ഷേപിക്കാനായിട്ട് തയ്യാറായി ഒരു NRE വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും ബാധ്യതയാണെന്ന് പ്രവാസി ചിന്തകൾ കരുതുകയാണ്. ഇദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. These intensive colors, this soft feeling of cashmere, and my hair. Your hair could look like cashmere as well with the secret of new Palette. The first coloration with precious cashmere proteins for rich care gives sensual color and seductive shine for many weeks. So soft, you want to touch. That's the luxury of cashmere. New Palette with cashmere, your best choice in color. Schwarzkopf, professional hair care for you.
പ്രവാസ ചിന്തകളിൽ ഇനി അൽ നസീബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സാരഥി MA കരീമാണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രവാസ ചിന്തകളിലേക്ക് സ്വാഗതം. ഏത് വർഷമാണ് ഗൾഫിലേക്ക് എത്തിയത്? 1994. ഇവിടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാം വളരെ ചുരുക്കി. വീട്ടിന്റെ സാമ്പത്തികമായ ക്ലേശം, അതിനോടൊപ്പം വളരെ കാലം നാട്ടിൽ നിന്നതിന്റെ കടവും. ഈ വീട്ടിലെ സാമ്പത്തിക ക്ലേശം എന്ന് പറയുമ്പോൾ വീട്ടിലെ എത്ര അംഗങ്ങളാണുള്ളത്? എന്തായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട്? മൊത്തം ഞങ്ങൾ 10 പേരാണ് ബ്രദേഴ്സ്. അതിനോടൊപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിക്കേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, മ്യൂച്വൽ വിവാഹമായിരുന്നു. എന്റെ സഹോദരി അങ്ങോട്ടും. നമ്മൾ ഈ സാമ്പത്തിക പരാധീനത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ്. ഏണിംഗ് മെമ്പർ എന്ന് പറയുന്ന പിതാവ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ ഞാൻ അല്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ തന്നെ പിതാവിനോടൊപ്പം മത്സ്യക്കച്ചവടത്തിന് സഹായിക്കുകയും 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അച്ഛൻ ഒരു മീൻകുട്ടയിൽ സൈക്കിളിൽ മീൻ കെട്ടിവെച്ചിട്ട് അച്ഛൻ വേറൊരു ചന്തയിൽ പോകും. ഞാൻ ആ മത്സ്യവും ചവിട്ടിക്കൊണ്ട് മഞ്ചവിളാകം മലൈക്കട എന്ന് പറയുന്ന ആ ചന്തയിൽ പോകും. നമ്മൾ ഈ സഹോദരങ്ങളിൽ ഏറ്റവും മൂത്ത നമ്മളാണ്. എന്നിട്ട് നമ്മൾ ഈ എത്ര സമയം കൊണ്ട് ഇത് വിറ്റ് തീർക്കും? പെട്ടെന്ന് തന്നെ ഒരു 2 മണിക്കൂറിനകത്ത് മാർക്കറ്റിൽ പോയി പെട്ടെന്ന് മത്സ്യമെല്ലാം വിറ്റിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ചെടുത്തിട്ടാണ് പിന്നെ പഠിക്കുന്നത്. അപ്പം പഠിത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? പഠിത്തത്തില് വലിയ മിടുക്കനൊന്നുമില്ല, പക്ഷെ എബോ ആവറേജ് ആണ്. എബോ ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ മിടുക്കനില് ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരം തൊഴിലില് പിതാവിനെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ പഠനവും കൂടെ തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം. ഏത് ലെവൽ വരെ നമുക്ക് പഠിക്കാൻ സാധിച്ചു? അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ബികോമിന് പോയി, HDCക്ക് പോയി, പിന്നീട് LLBക്ക് പോയി ഇൻഡിവിജ്വൽ ആ കോളേജിൽ. പിന്നെ LLB കംപ്ലീറ്റ് ചെയ്തില്ല. പഠനവും ഈ മറ്റേ വീട്ടിന്റെ പ്രാരാബ്ദങ്ങളും എല്ലാം കൂടെ നമ്മുടെ തലയിലും ഇല്ലേ? അങ്ങനെ വന്നപ്പോ ഒടുവിൽ നമുക്ക് ഗൾഫിൽ എത്തേണ്ടി വന്നു. ഇവിടെ വന്നിട്ട് എങ്ങനെയായിരുന്നു സ്ഥിതി? വിസിറ്റിൽ വന്ന് ജോലി തിരക്കി അന്വേഷിച്ച് പല കമ്പനികളിലും താൽക്കാലികമായി ജോലി ചെയ്ത് വിസിറ്റ് എടുത്ത് അങ്ങനെ 8 വിസിറ്റ് എടുത്ത് നിന്ന്. അല്ല, നാട്ടില് നമ്മൾ ഈ പറയുമ്പോഴ് നാട്ടിൽ ഈ ഇത് കൂടാതെ മത്സ്യ നമ്മള് വിപണനം കൂടാതെ വേറെ ഏതെങ്കിലും രംഗങ്ങളിൽ നാട്ടില് പ്രവർത്തിച്ചിരുന്നു? ട്രാവൽ ലൈൻസിൽ നേറ്റിങ്ങരയിലും പൂവാറ്റും 2 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അൽ നസീബിന്റെ പേരിൽ തന്നെ. അല്ല, ഇത് കൂടാതെ ഏതെങ്കിലും സാമൂഹ്യ രംഗത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ? സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പിന്നീട് ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. നെയ്യാറ്റിങ്കര ജമാഅത്തിന്റെ വളരെ കാലം. രാഷ്ട്രീയ രംഗത്ത് എങ്ങനെ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു? രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്ന CITയിൽ കൂടെ, പിന്നീട് പാർട്ടിയിലും അറിയപ്പെടുന്ന രീതിയിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലും. പിന്നെ അവിടെ ഏതെങ്കിലും നേതൃസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? CITന്റെ തൊഴിലാളി യൂണിയന്റെ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. R പരമേശ്വരൻ നായർ പ്രസിഡന്റ്, VJ തങ്കപ്പൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ കമ്മിറ്റിയിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ നമുക്ക് ഏതെങ്കിലും പിന്നെ ഈ മുനിസിപ്പാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് പോകാനായിട്ടുള്ള? ഞാൻ ഇലക്ഷനിൽ നിന്നു. എന്നിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു, കൌൺസിലറായി നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി. പിന്നെ മാർക്കറ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അങ്ങനെ എത്ര വർഷം പ്രവർത്തിച്ചു? 8 വർഷം. ശരി. അപ്പൊ ഒരു വളരെ പ്രവർത്തന പരിചയം പാരമ്പര്യമുള്ള ഒരാളായിട്ട് തന്നെയാണ് ഗൾഫിൽ വന്നിറങ്ങുന്നത് അല്ലേ? പിന്നെ ഈ ഒരു പുതിയ കമ്പനി അൽ നസീബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തുടങ്ങിയല്ലോ, അതിന്റെ ഒരു പിന്നെ പിൻബലം എങ്ങനെയായിരുന്നു? എന്റെ മൂത്ത മകൻ നൌഷാദ് ബാങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് പറഞ്ഞു, വാപ്പ ഇനി ആരുടെയും കൂടെ കൂടണ്ട, ഒറ്റയ്ക്ക് മതി. അങ്ങനെ ലോൺ എടുത്ത് കമ്പനി തുടങ്ങി. ആ ലോണെല്ലാം അടങ്ങി തീർന്നു. അതേത് വർഷമായിരുന്നു നമ്മൾ തുടങ്ങിയത്? തുടങ്ങിയത് ആക്ച്വലി 2002-ലായിരുന്നു. വളരെ അടുത്ത് തന്നെയാണ്, 4 വർഷത്തോളം. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ആക്ച്വലി നമ്മുടെ എഫർട്ട് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പോയി എന്ന് പറയാം. ഇപ്പൊ ഏതൊക്കെ മേഖലകളാണ് നമുക്ക് പ്രവർത്തിക്കുന്നത്? ഇപ്പോഴ് കമ്പനി പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ നമ്മള്
നസീബ് ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിങ്, ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ, പാം ഐലൻഡിലൊരു വലിയ ഇന്റർനാഷണൽ കമ്പനിയുണ്ട്, മൾട്ടിനാഷണൽ കമ്പനി. അവർക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് സപ്ലൈ ചെയ്ത നമ്മുടെ കമ്പനി. അതുകൂടാതെ ബിൻ ബലേല ബൈത്തൂർ, അവർക്ക് ക്രെയിനും മറ്റുള്ള മെഷീനറിയെല്ലാം സപ്ലൈ ചെയ്ത് മെറ്റീരിയൽസും സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ സപ്ലൈ ഉണ്ട്, പിന്നെ ഹെവി എക്യുപ്മെന്റ് ഇത് രണ്ടുമാണ് മെയിൻ. പിന്നെ എക്സ്കവേഷൻ ഉണ്ട്. എക്സ്കവേഷൻ ഇപ്പൊ നമ്മള് എത്ര തൊഴിലാളികൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നത് ഏതാണ്ട് 60ഓളം തൊഴിലാളികളുണ്ട്. 60 തൊഴിലാളികൾ. ഇത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്? പല രാജ്യങ്ങളിലുള്ള ഉണ്ട്. കേരളക്കാരുണ്ടോ? കേരളക്കാരുണ്ട്. ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇവിടുത്തെ ഒരു തൊഴിൽ സാഹചര്യം ഇപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും തൊഴിൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരികയും ഒരുപാട് തൊഴിൽ സാധ്യത നമ്മുടെ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? ഈ തൊഴിലാളികളുടെ വേതനം കറക്റ്റായ സമയത്ത് കൊടുക്കണമെന്ന് വളരെയധികം മാനസികമായ ഒരു സമീപനമുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ അതിൽ കൂടി അതെ കഷ്ടപ്പാടുകളിൽ നിന്ന്, കാരണം ഈ ശമ്പളം കിട്ടിയാൽ ശമ്പളമാണ് അവരുടെ ബഡ്ജറ്റ് തുക, അതിനനുസരിച്ചാണ് ജീവിതം ഒരു മാസം നിയന്ത്രിക്കുന്നത്. എത്ര ചെറിയ തുകയാണ് അത് കൃത്യസമയത്ത് കിട്ടുക എന്നുള്ളത്. ഈ നമ്മൾ സബ് കോൺട്രാക്ട് എടുക്കുന്ന കമ്പനിയിൽ നിന്ന് ചിലപ്പം ടൈമിന് പേയ്മെന്റ് തന്നു വരില്ല. അങ്ങനെ വരുമ്പോൾ തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ട് നാച്ചുറലായിട്ടുണ്ടാകും, സ്വാഭാവികമായിട്ട്. അല്ലാതെ ഇവരുടെ പൈസയും വാങ്ങിച്ചിട്ട് ഇതിനെ വേറെ ഏതെങ്കിലും പർപ്പസിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് തൊഴിലാളികളെ കഷ്ടപ്പെടുത്തുന്ന ആ ഒരു സമീപനം ഒരിക്കലും ശരിയല്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പിന്നെ നിക്ഷേപം നാട്ടില് നടത്താനുള്ള അപ്പോഴും തൽക്കാലം ഇല്ല. കാരണം അതിനുള്ള ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അത്. പ്രവാസി ഹിന്ദുക്കളിൽ ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പല വ്യത്യസ്ത മുഖങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പാടുകൾ, വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്ത് ഗൾഫിലെത്തി ഉന്നത വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് ശ്രീ എം എ കരീം. അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭത്തിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പ്രോജക്റ്റുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് ആശംസിക്കാം. നന്ദി.